കുറച്ച് മാസം മുന്നെയാണ് നമ്മുടെ മലപ്പുറം തിരൂരിൽ നെസ്റ്റോയുടെ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. നെസ്റ്റോയുടെ കാര്യം പറയുവാണെങ്കിൽ അത്യാവശ്യം വലിയ സ്ക്വയർ ഫീറ്റ് തന്നെയായിരുന്നു. ഏതാണ്ട് 1,00,000 സ്ക്വയർ ഫീറ്റിലാണ് ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി തിരൂരുകാർ കാത്തിരിക്കുന്നത് എന്തിനാണ്? യെസ്, നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഏതാണ്ട് അടുത്ത വർഷം തുറക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് ഹൈപ്പർ മാർക്കറ്റുകളും അടുത്തടുത്താണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും തിരൂരിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്, അതും അടുത്തടുത്തായിട്ടൊക്കെ ഇങ്ങനെ വരുന്നത്? അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വലിയ ബൈയിങ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സെയിൽസ് നടക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് തിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ മുന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇക്കാര്യത്തിലൊക്കെ തിരൂരുകാർ മുമ്പിലാണ്. പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് തിയേറ്ററിന്റെ കാര്യത്തിൽ തിരൂരുകാർ അങ്ങോട്ട് പുറകിലാണ്. സത്യമല്ലേ? ഒരു മെച്ചപ്പെട്ട തിയേറ്റർ തിരൂരുണ്ടോ? ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളൊരു കമന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരൂര് പുതിയ തിയേറ്റർ വല്ലതും വരുന്നുണ്ടോ ചേട്ടാ എന്നുള്ളതാണ്. സത്യമല്ലേ? യെസ്. ഇപ്പോൾ അവരെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ തിരൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ തിരൂർ അനുഗ്രഹ തിയേറ്റർ തന്നെയാണ്. അപ്പോൾ അതിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ മാജിക് ഫ്രെയിംസ് തന്നെ അവരുടെ പേര് ഒരുപാട് അങ്ങോട്ട് പേര് കേൾപ്പിച്ച ഒരു തിയേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം മെച്ചപ്പെട്ട അത് അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. വലിയ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്നും വരുത്താതെ, പ്രൊജക്ഷനോ സൗണ്ടോ ഒന്നും മെച്ചപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് വിമർശിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വിമർശിച്ച് എന്തായാലും ഇപ്പോൾ തുടങ്ങുന്ന തിയേറ്ററുകളിലൊക്കെ എന്തായാലും മികച്ച സ്പെക്കുകളാണ് മാജിക് ഫ്രെയിംസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് തിരൂരിലേക്ക് തിരിച്ചു വരാം. പിന്നെ കുറേ അധികം തിയേറ്ററുകൾ തിരൂരിൽ ഇങ്ങനെ പൂട്ടി പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ വിശ്വാസ് തിയേറ്റർ പൂട്ടി, ചിത്രസാഗർ തിയേറ്റർ പൂട്ടി, അത് കഴിഞ്ഞ് ഇപ്പോൾ സെൻട്രൽ തിയേറ്റർ പൂട്ടി. അതിനുശേഷം നമ്മുടെ കയാം തിയേറ്റർ ഇപ്പോൾ കുറച്ച് മാസം മുന്നേ പൂട്ടിയായിരുന്നു. പക്ഷേ കയാമിന്റെ കാര്യം പറയുന്ന സമയത്ത് ഈ പുലി പതുങ്ങുന്നത് കുലിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയല്ലോ, അതേ ഒരു അവസ്ഥയാണ്. കയാം തിയേറ്റർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഏറ്റവും പുതിയ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. മികച്ച പ്രൊജക്ഷൻ, മികച്ച സൗണ്ട് ആയിട്ട് നമുക്ക് ആ ഒരു വലിയ തിയേറ്ററിനെ വീണ്ടും കാണാനായിട്ട് പറ്റും കേട്ടോ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും. ഈ ഒരു തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ 1983 ജൂൺ മാസം 9-ാം തീയതിയാണ് ഈ തിയേറ്റർ ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 41 വർഷം പഴക്കമുള്ള ഒരു തിയേറ്ററാണ്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കിങ് സൈസ് തിയേറ്ററുകൾ ഒന്നായിരുന്നു നമ്മുടെ കയാം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 1000-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ തിയേറ്റർ തന്നെ ആയിരുന്നു കേട്ടോ. അതായത് അത്രയും പ്രശസ്തിയുള്ള ഒരു തിയേറ്റർ തന്നെ ആയിരുന്നു. പക്ഷേ ഇത്രയധികം പഴക്കമുണ്ട്, ഇത്രയധികം പ്രശസ്തിയും പേരും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാതെ വരും എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ തിയേറ്ററിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ പോലും വലിയ വലിയ കമ്പനികൾക്ക് വരെ അടികൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് തിയേറ്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ മാത്രമായിട്ട് എന്താ പറയുക, ഇങ്ങനെ ആൾക്കാർ കയറാതെ ഇപ്പോഴും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററുകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. പക്ഷേ അവിടെയും ഒരു രക്ഷകനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെയാണ്. മാജിക് ഫ്രെയിംസ് തിയേറ്റർ അതങ്ങോട്ട് ഏറ്റെടുത്തു. അപ്പോൾ മാജിക് ഫ്രെയിംസിന്റെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വലിയ ലിസ്റ്റിലേക്ക് ഇപ്പോൾ കയാം തിയേറ്ററും കൂടെ വന്നിട്ടുണ്ട്. ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് മാജിക് ഫ്രെയിംസ് കയാം തിയേറ്റർ എന്നായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ അനുഗ്രഹ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. ഇവിടെ 4K പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടാവും, നന്നാവുമോ അങ്ങ് ഇത്രയും വലിയൊരു തിയേറ്ററും വലിയ സ്ക്രീനും ഒക്കെ ഉള്ള ഒരു തിയേറ്റർ ആയതുകൊണ്ട് നന്നാവുമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് വരുന്നത്. പ്രൊജക്ടർ അവർ മാറ്റിയിട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് തന്നെ തിയേറ്റർ പോകുന്നുണ്ട്. സൗണ്ട് സിസ്റ്റം ഒക്കെ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയാം തിയേറ്ററിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി എന്നാണ് തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഈ മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസം, ഓഗസ്റ്റ് തീർന്നല്ലോ, സെപ്റ്റംബർ മാസം ഓപ്പൺ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരൂരിൽ മാത്രമായിട്ട് മാജിക് ഫ്രെയിംസിന്റെ 2 തിയേറ്ററുകളാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. കയാം തിയേറ്ററും അതുപോലെ തന്നെ അനുഗ്രഹ തിയേറ്ററും. ഇനി തിരൂരിൽ കുറച്ച് തിയേറ്ററുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് പറയാം.